എല്ലാ എയർലൈനുകളിലും ഇടതുവശത്തു നിന്നായിരിക്കും വിമാനങ്ങളിൽ ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുക. വിമാനത്തിന്റെ വലതുവശത്താണ് ഭക്ഷണവും ലഗേജും കയറ്റുന്നത്. പതിറ്റാണ്ടുകളായി ഈ രീതി അതേപടി തുടരുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും വലതുവശത്ത് നിന്ന് കയറാത്തത്? നോക്കാം. ഏവിയേഷൻ ഹിസ്റ്റോറിയന്റെ മാനേജിംഗ് എഡിറ്ററായ മൈക്കിൾ ഓക്ലി പറയുന്നതനുസരിച്ച് ഇത് വിമാനയാത്രയുടെ ചരിത്ര കാലഘട്ടം മുതൽ ഉള്ളതാണ്. ബോട്ടുകൾക്കും കപ്പലുകൾക്കും ഒരു തുറമുഖവശം ഉള്ളതുപോലെ വിമാനങ്ങളും അങ്ങനെ തന്നെയാണ്. വിമാനയാത്ര അക്ഷരാർത്ഥത്തിൽ പ്രചാരത്തിലാകാൻ തുടങ്ങിയപ്പോൾ ഈ രീതി വ്യവസായത്തിലേക്കും വ്യാപിപ്പിച്ചു. 1930കളിൽ യുണൈറ്റഡ് എയർലൈൻസ് ഈ പ്രക്രിയയിൽ മാറ്റം വരുത്തിയിരുന്നു. വിമാനങ്ങളുടെ വലതുവശത്തൂടെ അന്ന് അവർ യാത്രക്കാരെ കയറ്റാൻ തുടങ്ങി. പക്ഷേ അധികകാലം അവർക്കത് തുടരാൻ സാധിച്ചില്ല. വിമാനയാത്ര കൂടുതൽ ജനപ്രിയമാവുകയും കൂടുതൽ കാര്യക്ഷമമാണെന്ന് വ്യക്തമാവുകയും ചെയ്തതോടെ എയർലൈൻ മേലധികാരികൾ ഒടുവിൽ ഇടതുവശത്തേക്ക് ബോർഡിംഗ് മാറ്റുകയായിരുന്നു. പൈലറ്റ് ഇടതുവശത്തിരിക്കുന്നതിനാൽ ഗേറ്റിലേക്ക് യാത്രക്കാരുമായി ടാക്സി എത്തുന്ന കൂടുതൽ സങ്കീർണമായ വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചതോടെ യാത്രക്കാർക്ക് ടെർമിനലിൽ നിന്ന് നേരിട്ട് വിമാനത്തിൽ നടക്കാനുള്ള ഒരു മാർഗമായി ഇവിടം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതോടെ എല്ലാ വിമാനങ്ങളും ഒരേ ദിശയിൽ ഒരേ കാര്യം ചെയ്താൽ എയർപോർട്ടിലെ പ്രവർത്തനങ്ങൾ വളരെ എളുപ്പമാവുമെന്ന് മനസ്സിലാക്കി. ഇത് മുതലെടുത്താണ് ഇടതുവശത്തുകൂടി ആളുകളെ കയറ്റാൻ തുടങ്ങിയത്. ഇത്തരത്തിൽ യാത്രക്കാരെ ഒരു വശത്തുകൂടെ കയറ്റുന്നതിലൂടെ ഗ്രൗണ്ട് സ്റ്റാഫിന് തടസ്സമില്ലാതെ വിമാനത്തിൽ ഇന്ധനം നിറച്ചിട്ടുണ്ടെന്നും നിങ്ങളുടെ ബാഗുകൾ വിമാനത്തിൽ കയറ്റുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ കഴിയും. ഇതിനായി ഇടതുവശത്ത് ഗേറ്റുകളുള്ള വിമാനത്താവളങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. എന്തായാലും ഇടതുവശത്തുകൂടി തന്നെ തൽക്കാലം യാത്ര തുടരാം.